പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. കരുനാഗപ്പള്ളി പുതിയകാവ് കാട്ടിൽക്കടവ് റോഡരികിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത്. കുലശേഖരപുരത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. കരുനാഗപ്പള്ളി പുതിയകാവ് കാട്ടിൽക്കടവ് റോഡരികിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. കുലശേഖരപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. വെള്ളം ഓടയിലും സമീപ പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ചില സമയങ്ങളിൽ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ പോകുമ്പോൾ സൈഡ് കൊടുക്കുന്നതിനിടയിൽ വെള്ളത്തിൽ വീണ് അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. കാട്ടിക്കടവ് റോഡിലെ ഈ പൈപ്പ് പൊട്ടിക്കിടന്നത് 1.5 വർഷമായി. ഈ വെള്ളത്തിന് ഇപ്പോൾ ക്ഷാമമുള്ള സമയമാണ്. ഈ സമയത്ത് വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞു ഉദ്യോഗസ്ഥരോടും ബാക്കിയുള്ളവരോടും വിളിച്ച് പറഞ്ഞ് നമ്മൾ തോറ്റു. ഒരു കാരണവശാലും അത് ശരിയാക്കാൻ വരുന്നില്ല. അങ്ങനെ ലാസ്റ്റാണ് നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യുക. അതുകൊണ്ട് ബസ് വരെ നമ്മുടെ അമൃതയുടെ സ്കൂൾ ബസ്സും അമൃതയുടെ ഐ ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ സ്കൂൾ ബസ് തന്നെ വരുമ്പോൾ കൈ എടുക്കുമ്പോൾ തന്നെ താഴെ പോകുന്ന ഒരു കണ്ടീഷനാണ്. കുഴി തന്നെ ഒരാൾ ചവിട്ടിയാൽ 3/4 കാല് തന്നെ മുറ്റുമെഴുതി താഴെ പോകുക. ആ പൈപ്പിൻ്റെ കുഴി ഒരു വലിയ കുഴി അവിടെ. ഇതെല്ലാം നോക്കാൻ ആരുമില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. വാട്ടർ അതോറിറ്റിയാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. എല്ലാവരും പറഞ്ഞു സ്കൂൾ ബസ് വൈകുന്നേരം സമയങ്ങളിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പിള്ളേർ പോകുന്ന സ്കൂൾ ബസ് വന്ന് 100 സ്കൂൾ ബസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മൊത്തം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ മൊത്തം ഇവിടെ വന്ന് താഴുവാണ്. അതേ കണക്ക് KSRTC വന്ന് ഇവിടെ ഞങ്ങളുടെ ഷീറ്റ് മൊത്തം പൊളിച്ച് താഴെ ഇട്ടേക്കുവാണ്. പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എല്ലാവരും നാളെ വരെ എന്ന് പറയുന്നത് മാത്രമല്ല, ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവരെല്ലാവരും വരും. അല്ല ഒരു സമയത്ത് ആരും ഇവിടെ കാണുന്ന പോലും ഇല്ല. പിന്നെ ഇങ്ങോട്ട് വെള്ളമില്ല. സർക്കാരിന് പരസ്യം കൊടുക്കുന്നത് ജലാമൂല്യമാണെന്ന് പറഞ്ഞു. ജലാമൂല്യമാണത് പാഴാക്കരുത്. ഇവിടെ വന്ന് എത്ര വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ആർക്കും അറിയത്തില്ല. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം അറിയാമോ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.